നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെയും ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ MDMA വേട്ട. വാളയാറിൽ MDMAയുമായി കൊട്ടേഷൻ സംഘാംഗവും യുവതിയും പിടിയിൽ. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMAയുമായി 2 പേർ അറസ്റ്റിൽ. മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്കിന് സമീപം 10 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധന കണ്ട ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞതാകാമെന്ന് സൂചന. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് തകർത്തു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച പോസ്റ്റ് തകർന്നത് വൻ അപകട ഭീഷണിയായി. അതുല്യ നടൻ ഭരത് ബാലൻ കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് 24 വർഷം. മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പരുക്കൻ സൗന്ദര്യത്തിന്റെ ചൂടും ചൂരും സമ്മാനിച്ച മഹാപ്രതിഭ വിട പറഞ്ഞത് 2000 ഓഗസ്റ്റ് 26-ന്. സിനിമാ ലോകത്തും ബാലൻ കെ നായർക്ക് കരുത്തായത് നാടകവേദിയിൽ രാഗിമിനുക്കിയ അഭിനയ തികവ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ബാലഗോകുലം ശോഭായാത്രകൾ വർണ്ണാഭം. വാർത്തകൾ വിശദമായി. വാളയാറിൽ MDMAയുമായി കൊട്ടേഷൻ സംഘാംഗവും യുവതിയും പിടിയിൽ. പോലീസും ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. 96.57 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. സംസ്ഥാന അതിർത്തിയിൽ ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും പ്രത്യേക പരിശോധനയ്ക്കിടെ ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാരിൽ നിന്നാണ് 96.57 ഗ്രാം MDMA പിടികൂടിയത്. സംഭവത്തിൽ യുവതിയെയും കൊട്ടേഷൻ സംഘാംഗമായ യുവാവിനെയും അറസ്റ്റ് ചെയ്തു. ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കൊച്ചി തമ്മനം ചക്കരപ്പറമ്പ് മഠത്തിനാത്തുണ്ടി വീട്ടിൽ 41 വയസ്സുള്ള ഹാരിസ്, സുഹൃത്ത് കൊല്ലം കരുനാഗപ്പള്ളി കുന്നത്തറ ആലുങ്കൽ പടിറ്റത്തേതിൽ വീട്ടിൽ 22 വയസ്സുള്ള ഷാഹിന എന്നിവരാണ് അറസ്റ്റിലായത്. വാളയാർ ടോൾ പ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബാംഗ്ലൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ടൂറിസ്റ്റ് ബസ്സിൽ ലഹരിമരുന്നുമായി ഇരുവരെയും പിടികൂടിയത്. ഹാരിസ് 13 ക്രിമിനൽ കേസുകളിൽ പ്രതിയും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘാംഗവുമാണെന്ന് പോലീസ് പറഞ്ഞു. ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഹാരിസ് പ്രതിയാണ്. ഒട്ടേറെ തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. പാലക്കാട് ASP അശ്വതി ജിജി, നർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ മുനീർ, വാളയാർ ഇൻസ്പെക്ടർ NS രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ SI H ഹർഷദ്, റഹീമുത്തു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാഫി, C ജയൻ, A വിനീഷ് മുഹമ്മദ്, ഫിനോസ്, വനിതാ സിവിൽ പോലീസ് ഓഫീസർ VR സജന, വാളയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ A സുരേഷ്, C രാജ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂരിൽ വീണ്ടും പോലീസിന്റെ MDMA വേട്ട. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കുന്നംകുളം കാണിപ്പയ്യൂർ സ്വദേശി വിഷ്ണു, അടുപ്പൂട്ടി സ്വദേശി ശരത് എന്നിവരാണ് പിടിയിലായത്. 103 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഒല്ലൂർ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്ന് കുന്നംകുളത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നിരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. 50 ഗ്രാം MDMAയുമായി ഞായറാഴ്ച ഇളംതുരുത്തിയിൽ നിന്നും മറ്റൊരു യുവാവിനെ പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 10 കിലോ കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. പോലീസ് പരിശോധന ഭയന്ന് ട്രെയിനിൽ നിന്ന് ലഹരി വസ്തുക്കൾ പുറത്തേക്കെറിഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് പരിശോധനയെ ഭയന്നോ സ്റ്റേഷനിലെത്തിക്കുന്ന തടസ്സങ്ങൾ മറികടന്ന് വിൽപ്പനക്കാരിലേക്കോ ഇടനിലക്കാരിലേക്കോ എത്തിക്കുന്നതിനാവാം കഞ്ചാവ് വലിച്ചെറിഞ്ഞതെന്ന സംശയവും പോലീസിനുണ്ട്. മലമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഹോട്ട്സ്പോട്ട് പരിശോധനയ്ക്കിടയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കഞ്ചാവ് കണ്ടെത്തിയത്. ഇൻസ്പെക്ടർ M സുജിത്, SI ഷാജഹാൻ, ASI രമേശ്, SCPO ഫിറോസ്, വിനീഷ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ചു തകർത്തു. ഇടിയുടെ ആഘാതത്തിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച വൈദ്യുതി പോസ്റ്റ് തകർന്നത് അപകട ഭീഷണിയായി. അപകടത്തിൽ ആർക്കും പരിക്കില്ല.
പട്ടാമ്പി പെരുമ്പിലാവ് പാതയിൽ ഞാങ്ങാട്ടിരി VK കടവ് റോഡിന് സമീപമാണ് അപകടം. എറണാകുളത്ത് നിന്നും പെരിന്തൽമണ്ണയ്ക്ക് പോകുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് തകർന്നു. ഇതോടെ ട്രാൻസ്ഫോമർ ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയിലാണ്. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും പരുക്ക് പറ്റിയില്ല. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ചെറുതുരുത്തിയിൽ ലോട്ടറി വിൽപ്പന നടത്തിവരുന്ന വയോധികന് വ്യാജ ടിക്കറ്റ് നൽകി തട്ടിപ്പ് നടത്തിയതായി പരാതി. ചെറുതുരുത്തി പള്ളം ഭാഗത്ത് ലോട്ടറി വിൽപ്പന നടത്തുന്ന വിജയനാണ് തട്ടിപ്പിന് ഇരയായത്. ചെറുതുരുത്തി പള്ളം ഭാഗത്ത് നടന്ന് ലോട്ടറി വിൽപ്പന നടത്തിവരുന്ന വിജയന്റെ പക്കൽ വെള്ളിയാഴ്ചയാണ് പള്ളത്ത് വെച്ച് യുവാവ് 500 രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 ലോട്ടറി ടിക്കറ്റുകൾ നൽകി 200 രൂപയുടെ ടിക്കറ്റ് എടുക്കുകയും 800 രൂപ കൈപ്പറ്റുകയും ചെയ്തുവെന്നാണ് പരാതി. കടയിലെത്തി ടിക്കറ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് കൃത്രിമം കാണിച്ചതാണെന്ന് മനസ്സിലായത്. മേഖലയിൽ വയോധികരെയും വികലാംഗരെയും ലക്ഷ്യമിട്ട് സമാന രീതിയിൽ മുൻപും തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു. ഈ ടിക്കറ്റ് വന്നിട്ട് 81-21, പിന്നെ 27-60, അങ്ങനെ 2 ടിക്കറ്റ്. അവൻ 2 ദിവസം എൻ്റെ അടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ 3-ാം ദിവസം വന്നപ്പോൾ നമ്മൾ ഈ സത്യസന്ധ ഇയാളെ അറിയില്ല. ഇവൻ കൊല്ലത്തുകാരനാണ്, കോട്ടയത്തുകാരനാണ്, നമുക്കറിയില്ല. എന്നെക്കാട്ടിൽ ഉയരം കൂടും, തടിയില്ല, നിങ്ങളുടെ തടിയില്ല, എൻ്റെ തടിയില്ല, ആരും തടിയില്ല. അപ്പോൾ അവൻ നമ്മളെ പറ്റിച്ച് പോയി. നമ്മൾ നേരെ പോകാൻ നേരെ പോവാ. നമ്മൾ ഇത് വിട്ടിട്ട് വേണം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം. തനിക്ക് കൃത്രിമ ടിക്കറ്റുകൾ തന്ന യുവാവിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും വിജയൻ പറയുന്നു. വിജയൻ ചെറുതുരുത്തി പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. അതുല്യ നടൻ ഭരത് ബാലൻ കെ നായർ അരങ്ങൊഴിഞ്ഞിട്ട് 24 വർഷം. മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങൾക്ക് പരുക്കൻ സൗന്ദര്യത്തിന്റെ ചൂടും ചൂരും പകർന്ന ബാലൻ കെ നായർ തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങൾക്കെല്ലാം പൂർണ്ണതയുടെ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭയാണ്. 2000 ഓഗസ്റ്റ് 26-നാണ് ആ മഹാനടൻ വിട പറഞ്ഞത്. പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ ഞാൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇനിയുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ നിസ്സാരമായിരിക്കില്ല. സംഘടനകളും കൊള്ളിവെപ്പ് നടക്കും. ഒന്നും നടക്കില്ല മിസ്റ്റർ നമ്പ്യാർ. ജനങ്ങളിൽ പരിഭ്രാന്തി ഉളവാക്കാതിരിക്കുക. അവർ വീടുകൾക്ക് പുറത്തിറങ്ങട്ടെ. സംഭവിച്ചെന്താണെന്ന് പരസ്പരം പറഞ്ഞു മനസ്സിലാക്കട്ടെ. പറഞ്ഞു മനസ്സിലാക്കുന്നത് കത്തികൊണ്ടും വടിവാളുകൊണ്ടുമായാലോ? നിരോധനാജ്ഞ പിൻവലിച്ചാലും ഇപ്പൊ ഇവിടെയുള്ള പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിൽക്കട്ടെ. വിതാംസ്, എനിക്ക് ഇവിടുന്ന് പെൻഷൻ പറ്റി പോകാൻ പറ്റുമോ? നാടകവേദിയിൽ രാഗിമിനുക്കിയ അഭിനയ തികവുമായി 1971-ൽ സിനിമാ ലോകത്തെത്തിയ ബാലൻ കെ നായർ 4 നൂറ്റാണ്ടിലേറെ മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായിരുന്നു. തനിക്ക് ലഭിച്ച കഥാപാത്രങ്ങളെ അനശ്വരമാക്കി അദ്ദേഹം ആസ്വാദക മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടി. നാടകവേദികളിൽ നിന്നാർജിച്ച കരുത്തുമായി സിനിമയിലും ക്രൂരതയുടെ ഭാവപ്പകർച്ചകൾക്ക് ബാലൻ കെ നായർ തീക്ഷ്ണത നൽകി. കരുത്തുറ്റ നടനായിട്ടും മലയാള സിനിമ കൂടുതലും ബാലൻ കെ നായരെ വില്ലൻ വേഷങ്ങളിൽ തളച്ചിട്ടു. എങ്കിലും മനുഷ്യസ്നേഹിയായ കഥാപാത്രങ്ങളും മലയാള സിനിമ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. കലയുടെ പാരമ്പര്യം പേറുന്ന കോഴിക്കോട് ചേമഞ്ചേരിയുടെ സംഭാവനയാണ് ബാലൻ കെ നായരും. 14-ാം വയസ്സു മുതൽ നാടകരചനയിൽ മുഴുകി. 60കളിൽ നാടകാചാര്യൻ KT മുഹമ്മദ്, തിക്കോടിയൻ, T ദാമോദരൻ എന്നിവരുടെ നാടകങ്ങളിലൂടെ പ്രൊഫഷണൽ നാടകവേദിയിൽ സജീവമായ ബാലൻ കെ നായർ സ്വന്തമായി നാടകം എഴുതി അവതരിപ്പിച്ചു. സംഗമം തിയേറ്റേഴ്സ്, കല എന്നീ നാടക സമിതികൾക്ക് അദ്ദേഹം ചുക്കാൻ പിടിച്ചു. സിനിമാഭിനയത്തിനു മുമ്പ് അദ്ദേഹം കോഴിക്കോട്ട് ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായിരുന്നു. സത്യനും PJ ആൻ്റണിക്കും കൊട്ടാരക്കരയ്ക്കും ശേഷം മലയാള സിനിമയിൽ പൗരുഷത്തിൻ്റെയും കരുത്തിൻ്റെയും പ്രതീകമായി ബാലൻ കെ നായർ വളർന്നു. ഈ നിലയിൽ നിങ്ങൾ കോപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനാവില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സമയം നിങ്ങളുടെ മകൻ എന്റെ ആളുകളുടെ കയ്യിലാണ്. അവരവനെ അരിഞ്ഞു നുറുക്കും. ആ മാംസക്കഷ്ണത്തിൽ ചവിട്ടിയേ എന്നെ കൊണ്ടുപോകാനാവും. ഇനി ഞാൻ വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? നിങ്ങൾക്ക് മകനെ ഞാൻ വിട്ടുതരാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്യണം. എനിക്ക് 1 ലക്ഷം രൂപ തരണം. മലയാള സിനിമയിലേക്ക് വരുന്നതിനു മുമ്പ് ബോളിവുഡിൻ്റെ നിത്യകാമുകൻ ദേവാനന്ദിനു വേണ്ടി സ്റ്റണ്ട് രംഗങ്ങളിൽ ഡ്യൂപ്പായി അഭിനയിച്ചിട്ടുണ്ട്. ശങ്കർ മൂർത്തിയുടെ സർഹദിലാണ് അദ്ദേഹം ഡ്യൂപ്പായത്. 1971-ൽ വിൻസെൻറ്റിൻ്റെ നിഴലാട്ടത്തിൽ
ബാലൻ എന്ന കഥാപാത്രമായി തന്നെ ബാലൻ കെ നായർ മലയാള സിനിമയിൽ അരങ്ങേറി. 3 വർഷം കഴിഞ്ഞ് KP കുമാരൻ്റെ അതിഥിയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. വർക്ക്ഷോപ്പുകാരനായ രാഘവൻ എന്ന കഥാപാത്രമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. 1981 ആ നടന മികവ് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ടു. MTയുടെ ഓപ്പോളിൽ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞ ഗോവിന്ദൻകുട്ടി എന്ന പരുക്കൻ കഥാപാത്രത്തിലൂടെ ഭരത് അവാർഡും അദ്ദേഹം നേടി. ബെൽബോട്ടം പാൻസും കോട്ടുമണിഞ്ഞ് ചുണ്ടിൽ പൈപ്പും വലിച്ച് നായകനെ വെല്ലുവിളിക്കുന്ന അതേ ബാലൻ കെ നായർക്ക് ജീവിതത്തിൽ ഷർട്ടും മുണ്ടുമായിരുന്നു ഇഷ്ടപ്പെട്ട വേഷം. ആ വേഷത്തിൽ തന്നെയാണ് അദ്ദേഹം ദേശീയ അവാർഡ് വാങ്ങാൻ പോയത്. 2 ദശാബ്ദക്കാലം മലയാള സിനിമയിൽ അദ്ദേഹം നിറഞ്ഞാടി. 2 തമിഴ് ചിത്രങ്ങൾ ഉൾപ്പെടെ 250ഓളം സിനിമകളിൽ അഭിനയിച്ചു. ഒരേ സമയം 4 സിനിമകളിൽ വരെ അഭിനയിച്ച കാലമുണ്ട്. 80കളിലെ ഹിറ്റ് കൂട്ടുകെട്ടായ IV ശശി, T ദാമോദരൻ ടീമിൻ്റെ ചിത്രങ്ങളിലെല്ലാം ബാലൻ കെ നായർക്ക് മികച്ച വേഷങ്ങളുണ്ടായിരുന്നു. ഈ നാടിലെ സഖാവ് കൃഷ്ണപിള്ള, വാർത്ത, തുഷാരം മീൻ, 1921, ആര്യൻ, ഒരു വടക്കൻ വീരഗാഥ, അങ്ങനെ മികച്ച കഥാപാത്രങ്ങൾ നിറഞ്ഞ ചിത്രങ്ങൾ ഏറെ. അഗ്നിയിലെ ഇറച്ചിവെട്ടുകാരൻ്റെ കഥാപാത്രവും തച്ചോളി അമ്പൂലെ വേഷവും അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തു. അവസാന കാലത്ത് 10 വർഷത്തോളം രോഗപീഠകളോട് ഏറ്റുമുട്ടി ഒടുവിൽ അർബുദത്തിന് കീഴടങ്ങി 2000 ഓഗസ്റ്റ് 26 ഭരത് ബാലൻ കെ നായർ വിട പറഞ്ഞത്. വില്ലനായും സാധാരണക്കാരനായും കുടുംബസ്ഥനായും എണ്ണമറ്റ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൽ ബാലൻ കെ നായർ ഇന്നും ജീവിക്കുന്നു. ന്യൂസ് ഡെസ്ക് STV. അഷ്ടമിരോഹിണി ദിനത്തിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം. രാവിലെ നിർമ്മാല്യ ദർശനത്തോടെ തുടങ്ങിയ ഭക്തജന തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. രാവിലെ ശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസെൻ സ്വർണ്ണക്കൊലമേറ്റി. പെരുവനം കുട്ടന്മാരാർ, തിരുവല്ല രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മേളം. പ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നിവ ഒഴിവാക്കിയതും VIP ദർശനങ്ങൾക്ക് രാവിലെ 6 മണി മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഭക്തർക്ക് ദർശനത്തിന് സൗകര്യമായി. രാവിലെ 9 മണി മുതൽ പ്രസാദ ഊട്ടും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് ഊട്ടിനുള്ള വരി അവസാനിപ്പിക്കും. പ്രസാദ ഊട്ടിന് ഏകദേശം 1,00,000-ഓളം പേരെയാണ് ദേവസ്വം പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്കും രാത്രി വിളക്കിനും വിശേഷാൽ പഞ്ചവാദ്യത്തിന് തിമിലയിൽ വൈക്കം ചന്ദ്രന്മാരാൻ സംഘവും, മദ്ദളത്തിൽ കുനിശ്ശേരി ചന്ദ്രനും സംഘവും, ഇടക്കയിൽ കടവല്ലൂർ രാജുമാരാരും, കൊമ്പിൽ മച്ചാട് കണ്ണനും സംഘവും, ഇലത്താളത്തിൽ പാഞ്ഞാൾ വേലുക്കുട്ടിയും സംഘവും അണിനിരക്കും. ഗുരുവായൂർ ശശിമാരാരും സംഘവും സന്ധ്യാതായമ്പകയൊരുക്കും. രാത്രി വിളക്കിന് വിശേഷാൽ ഇടയ്ക്ക നാഗസ്വരം പ്രദക്ഷിണവുമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ആഘോഷം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷ തായമ്പകയും അരങ്ങേറി. 100 കണക്കിന് ഭക്തരാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായത്. അഷ്ടമിരോഹിണി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ 4:30 നട തുറന്നു. മലർ നിവേദ്യത്തിനും ഉഷപൂജയ്ക്കും ശേഷം ശീവേലി, മേളം എന്നിവ അരങ്ങേറി. തുടർന്ന് ഗോപൂജയ്ക്കും പന്തീരടി പൂജയ്ക്കും ശേഷം പ്രസാദ ഊട്ടുമുണ്ടായി. ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരിപ്പാട്, ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൽ വൈകുന്നേരം ദീപാരാധനയ്ക്കു ശേഷം ബാബു പെരുമുടിയൂർ അവതരിപ്പിച്ച നാദസ്വരവും രാത്രി 7 മണിക്ക് ആറങ്ങോട്ടുകര ശിവൻ അവതരിപ്പിച്ച വിശേഷാൽ തായമ്പകയും അരങ്ങേറി. തുടർന്ന് അത്താഴ പൂജയ്ക്കും രാത്രി 12 മണിക്കുള്ള പാതിരാ പൂജയ്ക്കും ശേഷം പിറന്നാൾ സദ്യയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളോടെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കല്ലൂർ രാമൻകുട്ടിമാരാരുടെ സോപാന സംഗീതാർച്ചനയും ഉണ്ടായി. രാവിലെ നാരായണ പൂജയോടെയാണ് ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശബരിമല ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. വാദികുലപതി കല്ലൂർ രാമൻകുട്ടിമാരാരുടെ സോപാന സംഗീതാർച്ചനയുമുണ്ടായി. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ KK രഘുനാഥ്, നവീകരണ കമ്മിറ്റി ഭാരവാഹികളായ ഗോവിന്ദനുണ്ണി, നന്ദകുമാർ, ഹരിദാസ്, രവീന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, മറ്റ് ഭാരവാഹികൾ, ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജന്മാഷ്ടമി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ആദ്യമായി നാരായണ പൂജ നടക്കുകയാണ്. മുൻ ശബരിമല ഗുരുവായൂർ മേശാന്തിയും ഇപ്പോൾ ചെർപ്പശ്ശേരി അയ്യപ്പങ്കാവിലെ മേശാന്തിയുമായ ബ്രഹ്മശ്രീ തെക്കുംപറമ്പത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി,
നമ്മുടെ ക്ഷേത്രം തന്ത്രിയായ ബ്രഹ്മശ്രീ പന്നാവൂർ ഉണ്ണി നമ്പൂതിരി, ക്ഷേത്രം മേശാന്തി പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഈ മഹാപൂജ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊണ്ടാഴി പഞ്ചായത്തിലെ റോഡുകളുടെ ശോച്യാവസ്ഥയ്ക്കെതിരെ വാഴനട്ട പ്രതിഷേധവുമായി SDPI. പ്രതിഷേധ സമരം SDPI ബ്രാഞ്ച് പ്രസിഡന്റ് നൌഫൽ അമ്പഴക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കൊണ്ടാരി ഗ്രാമപഞ്ചായത്തിലെ 9-10 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ചേലക്കോട് എളുത്തിപ്പാറ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് SDPI ചേലക്കോട് ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നിരവധി തവണ SDPIയുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പതിച്ചും പഞ്ചായത്തിലും ഗ്രാമസഭകളിലും ജനങ്ങളിൽ നിന്ന് പരാതി എഴുതി ഒപ്പുശേഖരണം നടത്തിയും പഞ്ചായത്ത് ഭരണസമിതിക്ക് മുമ്പായി എത്തിച്ചു നൽകിയെങ്കിലും ഇതുവരെയും നടപടിയെടുത്തില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രവർത്തകർ പറഞ്ഞു. പ്രതിഷേധ സമരത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി ആഷിഖ്, നേതാക്കളായ അബ്ദുൽ ഖാദർ, VA അബ്ദുൽ ഖാദർ, KK കബീർ, ഇബ്രാഹിം, മുർഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇത്തരത്തിൽ നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങളുടെ ഒരാവശ്യത്തെ മുഖവിലക്കെടുക്കാതെ ജനങ്ങളുടെ ആവശ്യത്തെ അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാതെ ഓരോരോ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടുമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് പറഞ്ഞ ഒരു 3.5 ലക്ഷം രൂപ ഇതിന് ഫണ്ട് വയ്ക്കുകയും ആ ഫണ്ട് അത് ഏറ്റെടുക്കാൻ ഈ കോൺട്രാക്ടർമാർ തയ്യാറാവാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിൻ്റെ പണി നടക്കാതിരുന്നതെന്നും അതിനുശേഷം നമ്മൾ വീണ്ടും അവരോട് കാരണം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് മാർച്ച് മാസത്തിലാണ് ഇതിൻ്റെ ഫണ്ട് പാസ്സാവുകയെന്ന്. അതിനുശേഷം നമ്മൾ വീണ്ടും അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ വീണ്ടും അവരോട് ഇതിൻ്റെ പ്രശ്നം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ ഒരു ന്യായമാണ് ഈ മഴയാണ്, ഈ മഴ തീർന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പണിയായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന്. അപ്പോൾ നിരന്തരം ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഈ 9-10 വാർഡിലെ മെമ്പർമാർക്ക് അവർക്ക് ഇവിടുത്തെ അവസ്ഥകൾ അറിയാം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രക്താർബുദം ബാധിച്ച് തിരുവനന്തപുരം RCCയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാനായി കൈകോർത്ത് ജന്മനാട്. മുണ്ടൂർ കൂട്ടുപാത കീഴ്പ്പാടം സ്വദേശിയായ സുഭാഷിന്റെ ചികിത്സാ ചെലവുകൾക്ക് ആവശ്യമായ ധനസമാഹരണത്തിനാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങിയത്. ഭാര്യയും മകളും വയോധികയായ അമ്മയും അടങ്ങുന്ന 3-അംഗ കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സുഭാഷ്. 2020 രോഗം കണ്ടു തുടങ്ങിയത്. ചികിത്സയിൽ അല്പം ഭേദമായെങ്കിലും വീണ്ടും നില മോശമായതിനെ തുടർന്നാണ് സുഭാഷ് RCCയിൽ ചികിത്സ തേടിയത്. CAR-T സെൽ തെറാപ്പി എന്ന ചികിത്സയ്ക്കാണ് വിദഗ്ധ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്താനായി 50 ലക്ഷം രൂപയാണ് ഡോക്ടർമാർ ശസ്ത്രക്രിയാ ചിലവായി പറഞ്ഞത്. എൻ്റെ ഭർത്താവാണ് RCCയിൽ ക്യാൻസർ രോഗമായിട്ട് കിടക്കുന്നത്. എനിക്ക് ഒരു മോളും അമ്മയും അടങ്ങുന്ന കുടുംബമാണ്. ഏട്ടൻ്റെ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ നല്ല മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തോളം രൂപയാണ് ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അത്രയും തുക ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ എടുക്കാനും ചികിത്സിക്കാനും ഞങ്ങളിൽ ഓരോ അവസ്ഥയും ഞങ്ങളിലില്ല. ദയനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. നിർമ്മാണ തൊഴിലാളിയായ സുഭാഷിന്റെ ജീവൻ രക്ഷിക്കാൻ മുണ്ടൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ മുഴുവൻ ആളുകളും കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 തീയതികളിലായി വീടുകളിൽ കയറി സഹായം സ്വരൂപിക്കാനുള്ള നീക്കത്തിലാണ് സംഘാടകർ. ഗുരുതരമായ രോഗമാണ്. അതുകൊണ്ട് മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിന്നിട്ട് സഹായിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 31-ാം തീയതിയും 1-ാം തീയതിയും എല്ലാ വീടുകളിൽ നിന്നും നമ്മൾ സഹായം അഭ്യർത്ഥിക്കാൻ ഇറങ്ങുകയാണ്. ഇതിനോടനുബന്ധിച്ച് 8500ഓളം വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്യുന്ന പ്രവൃത്തികളും നടന്നു വരുന്നു. മുണ്ടൂർ പഞ്ചായത്തിലെ 8500 വീടുകളിൽ നിന്നായി സുഭാഷിന്റെ ചികിത്സയ്ക്കായി സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നും സുഭാഷിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാവുന്നതെല്ലാം ചെയ്യുമെന്നും പ്രവൃത്തികൾക്ക് നേതൃത്വം വഹിക്കുന്ന CPM ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വരുമാനം കൊണ്ടാണ് കുടുംബം ജീവിക്കുന്നത്. ഭാര്യയും അമ്മയും കുട്ടിയും അടങ്ങിയ കുടുംബം.
സുഭാഷ് രോഗബാധിതനായതോടുകൂടി അവരുടെ കുടുംബം പ്രയാസത്തിലാണ്. 50 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന കാർട്ടേസൽ തെറാപ്പി എന്ന ചികിത്സയാണ് അമൃത ആശുപത്രി സുഭാഷിനെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സുഭാഷിനെ കൊണ്ട് ഇത് സാധിക്കില്ല, അവരുടെ കുടുംബത്തിനെ കൊണ്ട് അത് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് മുണ്ടൂർ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളും നാട്ടുകാരും ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത ചെയർപേഴ്സണാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ PV രാമൻകുട്ടി അതിന്റെ കൺവീനറാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് സുഭാഷിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇതിനായി 60ഓളം സ്ക്വാഡുകളായി തിരിച്ചിട്ടുമുണ്ട്. മുണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MV സജിത ചെയർപേഴ്സണായും വാർഡ് മെമ്പർ PV രാമൻകുട്ടി കൺവീനറുമായ ജനകീയ സമിതിയാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രക്ഷോഭ് ട്രഷററായും രാജേഷ് ജയദാസ് എന്നിവർ വൈസ് ചെയർമാൻമാരായും റിതു, രമേശ് ബാബു എന്നിവർ ജോയിന്റ് കൺവീനർമാരുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സുഭാഷിനെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ 431773039395 എന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങളുടെ സഹായം എത്തിക്കാം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മുണ്ടൂർ നാമ്പുള്ളിപ്പുര SVM ALP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. സ്കൂളിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഓർമ്മച്ചെപ്പ് എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. സംഗമം പറളി BPC M അജിത് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരുടെയും ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെയും മക്കൾക്ക് ഇടപഴകി ജീവിക്കാമെന്ന് തെളിയിക്കപ്പെട്ടത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാണ്, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലാണ്. അതാണ് അതിന്റെ പ്രസക്തി. പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ കിലോമീറ്ററുകൾ താണ്ടി വിദ്യാഭ്യാസം തേടിയ ചരിത്രം നമ്മുടെ പൂർവികർ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ബാലസുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള കുറെ മുതിർന്ന ആളുകളുണ്ട്. അവരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടാൻ അല്ലെങ്കിൽ അതിനപ്പുറത്തൊരു ഉയർന്ന വിദ്യാഭ്യാസം നേടണമെങ്കിൽ അവർ 10-20 കിലോമീറ്റർ നടന്നു പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. PTA പ്രസിഡന്റ് TA അബ്ദുൽ സലാം അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് M ജയശ്രീ സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർമാരായ രതീഷ്, R രാജേഷ്, സ്കൂൾ മാനേജർ സുരേഷ്, ഷഹദ്, B വിജയകുമാർ, അനിൽകുമാർ, R ബാലസുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേക ബാച്ചുകൾ എന്ന വേർതിരിവില്ലാതെ 1950 മുതൽ 2020 വരെ കാലയളവിൽ വിദ്യാലയത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് ഓർമ്മച്ചെപ്പിൽ പങ്കെടുത്തത്. ഓർമ്മയുടെ ചെപ്പിൽ ആഴ്ന്നിറങ്ങി വിദ്യാലയവും സമൂഹവും ഒന്നായി തീർന്ന കാഴ്ച ഏവരിലും വിസ്മയമുണർത്തി. വിദ്യാലയ പുരോഗതിക്കായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് യോഗത്തിന് തിരശ്ശീല വീണത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനും ഓർമ്മച്ചെപ്പ് വേദിയായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന്റെയും ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ MDMA വേട്ട. വാളയാറിൽ MDMAയുമായി കൊട്ടേഷൻ സംഘാംഗവും യുവതിയും പിടിയിൽ. ദേശീയപാത നടത്തറയിൽ 103 ഗ്രാം MDMAയുമായി 2 പേർ അറസ്റ്റിൽ. മലമ്പുഴ കൊട്ടേക്കാട് റെയിൽവേ ട്രാക്കിന് സമീപം 10 കിലോ കഞ്ചാവ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പരിശോധന കണ്ട ട്രെയിനിൽ നിന്ന് വലിച്ചെറിഞ്ഞതാകാമെന്ന് സൂചന. പട്ടാമ്പി ഞാങ്ങാട്ടിരിയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് തകർത്തു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ട്രാൻസ്ഫോർമർ സ്ഥാപിച്ച പോസ്റ്റ് തകർന്നത് വൻ അപകട ഭീഷണിയായി. അതുല്യ നടൻ ഭരത് ബാലൻ K നായർ അരങ്ങൊഴിഞ്ഞിട്ട് 24 വർഷം. മലയാള സിനിമയിലെ വില്ലൻ വേഷങ്ങൾക്ക് പരുക്കൻ സൗന്ദര്യത്തിന്റെ ചൂടും ചൂരും സമ്മാനിച്ച മഹാപ്രതിഭ വിട പറഞ്ഞത് 2000 ഓഗസ്റ്റ് 26-ന്. സിനിമാ ലോകത്തും ബാലൻ K നായർക്ക് കരുത്തായത് നാടകവേദിയിൽ രാഗിമിനുക്കിയ അഭിനയ തികവ്. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരിൽ ഭക്തജന പ്രവാഹം. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികൾ. ബാലഗോകുലം ശോഭായാത്രകൾ വർണ്ണാഭം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.